നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച PP മാധവന് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൂച്ചിന്നിപ്പാടത്ത് നടന്ന അപകടത്തിൽ മരിച്ച തൊട്ടിപ്പാൾ സ്വദേശിയുടെ സംസ്കാരം നടത്തി. ബൈക്ക് യാത്രക്കാരനായിരുന്ന തൊട്ടിപ്പാൾ നീലങ്കാവിൽ വിൽസനാണ് അപകടത്തിൽ മരിച്ചത്. വരാക്കര കപ്പേളയ്ക്കു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. പുതുക്കാടും ഇയാൾ അഭ്യാസ പ്രകടനം നടത്തി. രണ്ടായിരത്തി 24-25 ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച PP മാധവന് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു. PP മാധവന്റെ ഒല്ലൂരിലെ വീട്ടിലെത്തിയായിരുന്നു രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രി തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ നിന്നും ചൊവ്വാഴ്ച രാവിലെ റോഡ് മാർഗമാണ് ഒല്ലൂരിലെ വീട്ടിലെത്തിയത്. രാഹുൽ ഗാന്ധിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VM സുധീരൻ എന്നിവരും മന്ത്രി K രാജനും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. അരനൂറ്റാണ്ടോളം കാലം ഗാന്ധി കുടുംബവുമായി ചേർന്ന് പ്രവർത്തിച്ച ആളാണ് മാധവൻ. ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് PP മാധവൻ അന്തരിച്ചത്. പൂച്ചിന്നിപ്പാടത്ത് നടന്ന അപകടത്തിൽ മരിച്ച തൊട്ടിപ്പാൾ സ്വദേശിയുടെ സംസ്കാരം നടത്തി. ബൈക്ക് യാത്രക്കാരനായിരുന്ന തൊട്ടിപ്പാൾ നീലങ്കാവിൽ വിൻസനാണ് അപകടത്തിൽ മരിച്ചത്. വിൻസന്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച വൈകിട്ട് തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു. പൂച്ചിന്നിപ്പാടം ജുമാ മസ്ജിദിന് സമീപം കടയ്ക്ക് മുന്നിൽ നിർത്തിയ ബൈക്കിൽ ബസ്സിടിച്ചായിരുന്നു അപകടം. ഒപ്പമുണ്ടായിരുന്ന 26 വയസ്സുള്ള മകൾ ബിബിനയ്ക്ക് ഗുരുതര പരിക്കേറ്റു. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് ബൈക്ക് കടയ്ക്ക് മുന്നിൽ നിർത്തിയത്. ഇതേ ദിശയിൽ കാറിനെ മറികടന്ന് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. 10 മീറ്ററോളം ബൈക്കിനെ വലിച്ചു കൊണ്ടുപോയ ശേഷമാണ് ബസ് നിർത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിൻസെന്റിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്ഥലത്തെത്തിയ പോലീസ് ജീപ്പിൽ ബിബിനയെ കുർക്കഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിൻസെന്റ് ഇലക്ട്രീഷ്യൻ ആയിരുന്നു. ബീനയാണ് ഭാര്യ, മീനുവാണ് മറ്റൊരു മകൾ. മരുമകൻ ആർസൻ. വരാക്കര കപ്പേളയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. വരന്തരപ്പള്ളിയിൽ ഹോമിയോ ക്ലിനിക് നടത്തുന്ന ചുങ്കം സ്വദേശികളായ ഡോക്ടർ വിനീത് കുമാർ, ഡോക്ടർ പ്രീത, ബൈക്ക് യാത്രക്കാരനായ പള്ളിക്കുന്ന് സ്വദേശി കല്ലേരി വീട്ടിൽ അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. മണ്ണമ്പേട്ട തെക്കേക്കരയിൽ നിന്ന് വന്നിരുന്ന ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ വരന്തരപ്പള്ളി ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ നിന്ന് ഡോക്ടർമാർ തെറിച്ചു വീണു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രികന്റെ കൈക്ക് നിസ്സാര പരിക്കേറ്റു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് തൊഴിലാളിയായ സുബ്രത കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. പിടിയിലായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. രണ്ടായിരത്തി 24-25 ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു.
വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, കോർഡിനേറ്റർ പിങ്കി ബിനോയ് എന്നിവർ സംസാരിച്ചു. പൊതുകുളങ്ങളിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ ഗുണഭോക്താക്കളുടെ KYC അപ്ഡേഷൻ പുരോഗമിക്കുന്നു. ഡിസംബർ 16 വരെ സംസ്ഥാനത്തെ 88.41% മുൻഗണനാ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മുഴുവൻ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി KYC അപ്ഡേഷൻ സമയപരിധി 2024 ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. സ്മാർട്ട് ഫോൺ വഴി മസ്റ്ററിംഗ് നടത്തുന്ന ഫേസ് ആപ്പിലൂടെ 1,20,904 റേഷൻ കാർഡ് അംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ, കുട്ടികൾ, പോസിൽ വിരൽ അടയാളം പതിയാത്തവർ എന്നിവർക്ക് ഐറിസ് സ്കാനിന്റെ സഹായത്തോടെയുള്ള പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് KYC അപ്ഡേഷൻ നടത്തിവരുന്നു. മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ KYC അപ്ഡേഷൻ 100% പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങളും ഈ അവസരം പ്രയോജനപ്പെടുത്തി KYC അപ്ഡേഷൻ പൂർത്തിയാക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി അറിയിച്ചു. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിന്റെ വരവറിയിച്ച് നക്ഷത്ര വിപണി സജീവമായി. പ്രത്യാശയോടെ ഈ ക്രിസ്മസ് കാലത്തെ കച്ചവടക്കാരും വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വൈവിധ്യങ്ങളുമായാണ് നക്ഷത്ര വിപണി ഇത്തവണയും സജീവമായത്. ഉണ്ണിയേശുവിന്റെ ജനനമറിഞ്ഞ് ജന്മസ്ഥലം തേടിപ്പോയ 3 രാജാക്കന്മാർക്ക് വഴികാട്ടിയായത് ദിവ്യ നക്ഷത്രമാണ്. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് ക്രിസ്മസിന്റെ വരവറിയിച്ച് ലോകം മുഴുവൻ ഡിസംബർ മാസത്തിൽ നക്ഷത്ര ദീപങ്ങൾ തെളിയിക്കുന്നത്. വരും ദിവസങ്ങളിൽ നക്ഷത്ര വിപണിയിൽ വലിയ ഉണർവുണ്ടാകും. 45 രൂപ മുതൽ 350 രൂപ വരെയുള്ള നക്ഷത്രങ്ങളാണ് വിപണിയിൽ കൂടുതൽ സജീവം. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ പേപ്പർ നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. 300-ൽ പരം വ്യത്യസ്ത മാതൃകയിലുള്ള പേപ്പർ നക്ഷത്രങ്ങൾ വിപണിയിൽ ഉണ്ട്. അലങ്കാരങ്ങൾ കൂടുന്നതിനനുസരിച്ച് പേപ്പർ നക്ഷത്രങ്ങൾക്ക് വില കൂടും. വീടുകളിൽ മാത്രമല്ല, ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും എന്ന് വേണ്ട എവിടെ നോക്കിയാലും നക്ഷത്ര ദീപങ്ങളുടെ കാഴ്ചയാണ്. LED നിയോൺ ബൾബുകളിൽ തീർത്ത നക്ഷത്രങ്ങളും വൈവിധ്യങ്ങളുടെ മതിവരാ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. 100 രൂപ മുതൽ 1500 വരെ വിലയുള്ള LED നക്ഷത്രങ്ങൾ നിരത്തുകൾ കീഴടക്കി കഴിഞ്ഞു. 350 മുതൽ 550 വരെ വിലയുള്ള LED മാല ലൈറ്റുകളും 300 രൂപ മുതൽ 4000 രൂപ വരെ വിലയുള്ള നിയോൺ നക്ഷത്രങ്ങളും വിപണിയിലുണ്ട്. നിയോൺ വെളിച്ചത്തിൽ തീർത്ത മാലാഖ, ബെൽ, സാന്താക്ലോസ്, റെയിൻഡിയർ തുടങ്ങിയവയും ഏറെ ആകർഷകമാണ്. കൂടുതൽ വിറ്റുപോകുന്നത് 250 രൂപ വരെയുള്ള നക്ഷത്രങ്ങളാണ്. നിറങ്ങളും അടരുകളും കൂടുന്നതിനനുസരിച്ച് വിലയും മുകളിലേക്കാണ്. ഓൺലൈൻ വ്യാപാരം ഈ മേഖലയിലെ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് ദിനം അടുക്കുന്നതോടെ കച്ചവടം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ജോലിയിൽ ഇരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണ്. ഇക്കാര്യങ്ങൾ പോലീസ് വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസും കർശനമായി പരിശോധിക്കും. കുറ്റക്കാരെന്ന് കണ്ടാൽ നടപടിയും കൈക്കൊള്ളുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അധ്യാപക തസ്തികകൾ ഉണ്ടായാൽ നിയമിക്കാൻ PSC ലിസ്റ്റുകൾ തന്നെ നിലവിൽ ഉണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാൻ PTA അധികൃതരോട് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല പുഷ്ടിപ്പെട്ടത് പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണയോടെയാണ്. ആ പിന്തുണ തുടരണമെന്നും വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 80 രൂപയാണ് വർദ്ധിച്ചത്. 4 ദിവസങ്ങൾക്കു ശേഷമാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത്. 1 പവൻ സ്വർണത്തിന്റെ ബുധനാഴ്ചത്തെ വിപണി വില 57,200 രൂപയാണ്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 10 രൂപ ഉയർന്നു. വില 7,150 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5 രൂപ ഉയർന്നു. വില 5,900 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വില 97 രൂപയാണ്.
നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വൈവിധ്യമാർന്ന പോഷകങ്ങളാൽ സമ്പന്നമാണ് വഴുതനങ്ങ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, സിങ്ക്, ഇരുമ്പ്, മഗ്നീഷ്യം, ഫോസ്ഫറസ്, ഫോളേറ്റ്, വിറ്റാമിൻ B6, വിറ്റാമിൻ C, ഫൈബർ, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് വഴുതനങ്ങ. അറിയാം വഴുതനങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ. ഫൈബർ ധാരാളം അടങ്ങിയ വഴുതനങ്ങ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. പൊട്ടാസ്യം, വിറ്റാമിൻ B6 തുടങ്ങിയവ അടങ്ങിയ വഴുതനങ്ങ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. വഴുതനങ്ങയിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയധമനികളെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാനും വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താം. വഴുതനങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോജനിക് ആസിഡ് മികച്ച ആന്റി ഓക്സിഡന്റ് ഏജന്റായി പ്രവർത്തിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ ഇവ പ്രമേഹ രോഗികൾക്കും കഴിക്കാം. ഇവ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ ആഗിരണം നിയന്ത്രിക്കുക വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. ഫീനോളിക് സംയുക്തങ്ങളും കാൽസ്യവും അടങ്ങിയ വഴുതനങ്ങ എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. ഇരുമ്പിന്റെ അംശം ധാരാളം അടങ്ങിയ വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിളർച്ച തടയാൻ സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കും. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് വഴുതനങ്ങ. വഴുതനങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു. വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണമാണ് വഴുതനങ്ങ. കലോറി കുറവാണെന്നതും ഫൈബറിനാൽ സമ്പന്നമാണെന്നതുമാണ് വഴുതനങ്ങയുടെ ഗുണങ്ങൾ. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം വേണം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തേണ്ടത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന ഒരു മാസം ദൈർഘ്യമുള്ള ബേസിക് പ്രോഗ്രാം ഇൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന ഓൺലൈൻ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, നഴ്സിംഗ്, പാരാമെഡിക്കൽ മേഖലകളിലുള്ള ബിരുദം അഥവാ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 9048110031, അടുത്ത നമ്പർ 8075553851. ജില്ലയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് നേരിട്ടോ ബാങ്ക് വഴിയോ സ്വയം തൊഴിൽ വായ്പകൾ ലഭിച്ച് വിജയകരമായി സംരംഭങ്ങൾ നടത്തിവരുന്ന സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ ക്രിസ്മസ് നവവത്സര പ്രദർശന വിപണനമേള നിറവ് 2024 ഡിസംബർ 20 മുതൽ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. പുതു സംരംഭകരാകാൻ ആഗ്രഹമുള്ളവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുടെ ആശങ്കകൾ അകറ്റുന്നതിനും എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ സ്വയം തൊഴിൽ വായ്പകളെക്കുറിച്ച് വിശദീകരിക്കുന്നതിനും സ്റ്റാൾ സജ്ജീകരിച്ചിട്ടുണ്ട്. നിറവ് 2024 പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കെസ്റു, മൾട്ടിപർപ്പസ്, ജോബ് ക്ലബ് എന്നീ സ്വയം തൊഴിൽ വായ്പകൾക്കുള്ള അപേക്ഷാ ഫോമുകൾ ഉദ്യോഗാർത്ഥികൾക്ക് വിതരണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7150 രൂപ, പവന് 57,200 രൂപ. പുതുക്കാട് അശോക റോഡിൽ ലാലി വിലാസം നെപ്പോളിയൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ജസ്പിനാണ് ഭാര്യ. ബെൽബിൻ, ലാലി, ബോസ്, ടെൻസി, സ്റ്റാൻസി, സ്റ്റെയിൻലെസ്സി, ബെൽബിൻ എന്നിവർ മക്കളും ഷാജു, ബാബു എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം നടുവിൽ പേടിക വറീദ് അന്തരിച്ചു. 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആലീസാണ് ഭാര്യ. ആൽവിൻ, ദിവ്യ എന്നിവർ മക്കളും വരാക്കര അരിപ്പാലത്തുകാരൻ ബാബു മരുമകനുമാണ്. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഭരതരപ്പള്ളി കരയാമ്പാടം ചുള്ളിപ്പറമ്പിൽ പരമേശ്വരൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബീനയാണ് ഭാര്യ. നിർമ്മൽ, സിനി, സിമ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച PP മാധവന് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അന്ത്യാഞ്ജലി അർപ്പിച്ചു.
പൂച്ചിന്നിപ്പാടത്ത് നടന്ന അപകടത്തിൽ മരിച്ച തൊട്ടിപ്പാൾ സ്വദേശിയുടെ സംസ്കാരം നടത്തി. ബൈക്ക് യാത്രക്കാരനായിരുന്ന തൊട്ടിപ്പാൾ നീലങ്കാവിൽ വിൽസനാണ് അപകടത്തിൽ മരിച്ചത്. വരാക്കര കപ്പേളയ്ക്കു സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ദമ്പതിമാരായ ഡോക്ടർമാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ. മുംബൈ സ്വദേശി സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. പുതുക്കാടും ഇയാൾ അഭ്യാസ പ്രകടനം നടത്തി. രണ്ടായിരത്തി 24-25 ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി മത്സ്യ കർഷകർക്ക് പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.